നമ്മൾ പാലക്കാട്ടേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട് കോട്ട മൈതാനത്തെ തണൽ മരങ്ങൾ അനുമതിയില്ലാതെ മുറിച്ചു മാറ്റിയതായി പരാതി. വനം വകുപ്പിന്റെയോ നഗരസഭ ട്രീ കമ്മിറ്റിയുടെയോ അനുമതിയില്ലാതെയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. 24 എക്സ്ക്ലൂസീവ്. മരമുറി എന്ന് പറയുന്നത് തികച്ചും മുനിസിപ്പാലിറ്റിൻ്റെ അറിവോട് കൂടിയിട്ട് ഇവിടെയുള്ള ഈ ഫ്ലെക്സ് ബോർഡുകൾ, പരസ്യ ബോർഡുകൾക്ക് മറവ് എന്ന് പറഞ്ഞിട്ടാണ് അവർ സ്പോർട്സ് കൗൺസിലിൻ്റെ തലക്കിട്ടുകൊണ്ട് അവർ ഈ മരം മുറിക്കുന്നത്. ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് ഉൾപ്പെടുകയും ഞങ്ങൾ അപ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ ഫോറസ്റ്റ് ഓഫീസറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് അനുമതി കിട്ടിയിട്ടില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ട്രീ കമ്മിറ്റി പോലും അറിയാതെയാണ്. ഞങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടു, ചെയർപേഴ്സണായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നത് ചില്ലകൾ മുറിക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അതിനുള്ള അനുമതിയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. നോക്കുന്നത് കെട്ടപ്പുഴക്കിയിട്ടാണ് ഇവിടെ മരങ്ങൾ മുറിച്ചിട്ടിരിക്കുന്നത്. ഈ ഒരു 40-50 വർഷത്തോളം പഴക്കമുള്ള ഈ മരങ്ങൾ ഈ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിട്ട് ഇവർക്ക് എന്ത് വികസനമാണ് പാലക്കാട് ഇവിടെ ചെയ്യാനുള്ളത്? വിവരങ്ങളുമായി നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. നിഖിൽ, ഗുഡ് ഈവനിങ്. എങ്ങനെയാണ് ഇത്തരത്തിൽ അനുമതിയില്ലാതെ മരങ്ങൾ മുറിക്കാൻ ആയത്? എന്താണ് നാട്ടുകാർ പറയുന്നത്? പരാതിയുള്ളവരുടെ ഒരു അടുത്ത നീക്കം എന്താണ്? ഗുഡ് ഈവനിങ് 4 പേർക്കും. പാലക്കാട് നഗരത്തിന്റെ ഒരു നഗര ഹൃദയത്തിന്റെ ഒരു മുഖമുദ്ര തന്നെയായിരുന്നു ഈ കോട്ട മൈതാനത്തെ തല ഉയർത്തി നിൽക്കുന്ന തണൽ മരങ്ങൾ. സത്യത്തിൽ ഇവിടെ പാലക്കാട് നഗരത്തിൽ ജോലി ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ ഉച്ചയ്ക്കൊന്ന് ഈ കൊടും ചൂടിൽ വിശ്രമിക്കാൻ ഈ മരങ്ങൾക്ക് താഴെയായിരുന്നു വന്നിരിക്കാറൊക്കെ. അവിടെ ഇരിപ്പിടങ്ങളും മറ്റുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെ അവിടെ അപകടകരമാം വിധം ആളുകളുടെ മേലേക്ക് വീഴാൻ വേണ്ടി നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ പാലക്കാട് നഗരസഭ ഒരു കരാർ നൽകിയിരുന്നു. അതായത് ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനാണ് കരാർ നൽകിയതെങ്കിലും ഈ കരാറുകാരന് സംഭവിച്ച പിഴവോ അല്ലെങ്കിൽ നഗരസഭയിൽ നിന്നുണ്ടായ ആശയക്കുഴപ്പമോ, അതായത് ആളുകളുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കോ എന്തെന്നറിയില്ല, പൂർണ്ണമായി ചില മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. മറ്റു ചില മരങ്ങൾ മുറിക്കുന്നതിന് മുൻപ് ഇതിലൂടെ സ്ഥിരമായി നടക്കുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആ മരമുറി നിർത്തിവെച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, പല മരങ്ങളും പൂർണ്ണമായി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അതിന്റെ ശിഖരങ്ങൾ മാത്രമല്ല, പൂർണ്ണമായി തന്നെ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവിടെ വലിയൊരു ആ കോട്ടമൈതാനത്തിന്റെ തന്നെ ഒരു അലങ്കാരമായിരുന്നു ഈ തണൽ മരങ്ങൾ. അത് മുറിച്ചു മാറ്റിയതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും ആരാണ് ഇത്തരത്തിൽ തെറ്റായ നിർദ്ദേശം നൽകിയത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പരിസ്ഥിതി സ്നേഹികളടക്കം ഉന്നയിക്കുന്നത്. നമ്മൾ നഗരസഭ ചെയർപേഴ്സണുമായി സംസാരിച്ചപ്പോൾ, നഗരസഭ അധ്യക്ഷയുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കുന്ന കാര്യം തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല, ശിഖരങ്ങൾ മുറിക്കാനുള്ള അനുമതി മാത്രമാണ് നൽകിയത് എന്നുള്ളതാണ്. എന്തായാലും നഗരസഭാ സെക്രട്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയത് കരാറുകാർക്ക്. എന്തായാലും ഈ മരം മുറിച്ച് മാറ്റിയതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ വരികയാണ്. ഇത് ആരും അവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല, ആ മരങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട്. പക്ഷേ പിന്നെ ഇത് ആർക്ക് വേണ്ടിയാണ് പൂർണ്ണമായി മുറിച്ചു മാറ്റിയത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിലൊരു ആശയക്കുഴപ്പമാണ് ഉണ്ടായത്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു പിഴവാണിപ്പോൾ ഈ വർഷങ്ങൾ പഴക്കമുള്ള, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയുള്ള മരങ്ങളെങ്കിലും അവിടെ അവശേഷിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പരിസ്ഥിതി സ്നേഹികളടക്കം ഉന്നയിക്കുന്നത്. തീർച്ചയായും നിഖിൽ, പാലക്കാട് കോട്ട മൈതാനത്ത് പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത്തരത്തിൽ നല്ല മരത്തണലിലൂടെ നടക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുമ്പോൾ എന്തായാലും ആശയവിനിമയത്തിന്റെ പ്രശ്നമാണെങ്കിൽ പോലും ഇത് ചെറിയൊരു കാര്യമല്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഇലക്ഷൻ ഡിബേറ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഞാനിപ്പോൾ അത് ഓർക്കുകയായിരുന്നു, ആ മരത്തിന്റെ ചുവട്ടിൽ നിന്നാണോ എന്ന് ഞാൻ ഓർക്കും. നല്ല വെയിലുള്ള സമയമാണ്, അത് വൈകുന്നേരം ആണെങ്കിൽ മാർച്ച് ഏപ്രിൽ ആ സമയമാണല്ലോ. അപ്പോൾ ആ തണൽ മരം നമുക്ക് അന്ന് ചെയ്ത ഉപകാരത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. അതാണ് അവിടെ വെട്ടിയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. വളരെ സങ്കടകരമാണ്. അതെ, അതിന്റെ ഒരു സൗന്ദര്യവും നശിക്കുന്നു, അതോടൊപ്പം തന്നെ ഇങ്ങനെ തണൽ നഷ്ടപ്പെടുന്നു, പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. അത്യാവശ്യമുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കമ്മിറ്റിയൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ട് അത് ചെയ്തോളും. ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്ക് അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ. പക്ഷെ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. കൃത്യമായ ആശയവിനിമയം വേണം, അല്ലെങ്കിൽ 40 വർഷമൊക്കെ പഴക്കമുള്ള അത്രയും വർഷങ്ങളെടുത്ത് വളർന്ന ആ മരങ്ങളാണ്.